ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. ശുചിത്വ സന്ദേശവുമായി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിലെ സംരക്ഷണ ഭിത്തിയിൽ ഷൊർണൂർ നഗരസഭ ഒരുക്കിയ ചുമർ ചിത്രങ്ങൾക്ക് മുകളിൽ പരസ്യ ബോർഡ് കെട്ടിയടച്ച് റെയിൽവേ. മാസങ്ങൾക്ക് മുമ്പാണ് 1.5 ലക്ഷത്തോളം രൂപ ചെലവാക്കി ഒരാഴ്ച നീണ്ടുനിന്ന പണികൾക്കൊടുവിൽ ചുമർ ചിത്രം പൂർത്തിയാക്കി സംവിധായകൻ ലാൽ ജോസ് പ്രകാശനം ചെയ്തത്. എന്നാൽ 1 മാസം പിന്നിട്ടതും റെയിൽവേ കമ്പി ഗ്രിൽ സ്ഥാപിച്ച് അതിനു മുകളിലാണ് കഴിഞ്ഞ ദിവസം പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. റെയിൽവേയുടെ സ്ഥലമാണെങ്കിലും ചുവർ ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് നഗരസഭാ സെക്രട്ടറി റെയിൽവേ മുൻ ADRMനോട് അനുവാദം ആവശ്യപ്പെടുകയും ചിത്രം വരയ്ക്കുവാൻ മുൻ ADRM നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് നഗരസഭ ചുമർ ചിത്രവുമായി മുന്നോട്ടു പോയത്. എന്നാൽ പുതിയ ADRM വന്നതും റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേയുടെ സ്ഥലങ്ങളിൽ പരസ്യങ്ങൾ സ്ഥാപിച്ച് വരുമാനമുണ്ടാക്കുവാനുള്ള കരാറിൽ സ്വകാര്യ കമ്പനിയുമായി ധാരണയായി. ഇതാണ് നഗരസഭയ്ക്ക് തിരിച്ചടിയായത്. കരാർ കമ്പനിയാകട്ടെ ആളുകൾ ശ്രദ്ധിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും ഇരുമ്പ് ഗ്രിൽ സ്ഥാപിച്ച് പരസ്യങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന പുതിയ റോഡിന് സമീപത്തായുള്ള ഭിത്തിയിലാണ് നഗരസഭ അതിമനോഹരമായ ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. മലയാളത്തിലെ ആധുനിക കവികളിൽ ഒരാളായ കുഞ്ഞുണ്ണി മാഷും വള്ളുവനാടിൻ്റെ നാട്ടുചന്തം തിരശ്ശീലയ്ക്ക് മുന്നിലെത്തിച്ച സംവിധായകൻ ലാൽ ജോസും വർണ്ണമനോഹരങ്ങളായ പൂക്കൾ തലയിൽ ചൂടി നിൽക്കുന്ന നോർത്ത് ഇന്ത്യൻ സുന്ദരിയുമെല്ലാം ചിത്രത്തിലുണ്ട്. ഷൊർണൂരിനെ മാലിന്യമുക്ത നഗരസഭയാക്കുക എന്ന ശുചിത്വ സന്ദേശത്തോടെയാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾക്ക് നഗരസഭ രൂപം നൽകിയത്. തൃശൂർ കുന്നംകുളം സ്വദേശിയായ സണ്ണിയുടെ നേതൃത്വത്തിലാണ് ചിത്രങ്ങൾ വരച്ചത്. 200 മീറ്റർ വീതിയിലുള്ള 3 ചിത്രങ്ങളും 2 ദിവസം എടുത്താണ് പൂർത്തിയാക്കിയത്. സംഭവത്തിൽ ചിത്രങ്ങൾക്ക് മുകളിൽ പതിപ്പിച്ച പരസ്യ ബോർഡുകൾ നീക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറി റെയിൽവേക്ക് കത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ കരാർ കമ്പനിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നും നേരിട്ട് ഇടപെടാനാകില്ലെന്നും റെയിൽവേ അറിയിച്ചു.